ഹായ് ഓൾ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ATCകളിലേക്കുള്ള നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ATCയുടെ നോട്ടിഫിക്കേഷൻ വരാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് കൃത്യമായൊരു കാരണം കൂടിയുണ്ട്. ഇതിനു മുമ്പ് പലപ്പോഴും ATC നോട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ 3 വർഷത്തെ നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ 2022 അഡ്വർടൈസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഡിസംബറിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. 386 വേക്കൻസിക്ക് വേണ്ടിയായിരുന്നു അത്തവണ നോട്ടിഫിക്കേഷൻ വന്നത്. പിന്നീട് 2023 ഇതിന് നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് നോട്ടിഫിക്കേഷനിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരുന്നത് ഏതാണ്ട് 496 വേക്കൻസികളായിരുന്നു. 2025 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വേക്കൻസികൾ 309 ആയിരുന്നു. എന്നാൽ 2025 വിശദമായ കാര്യം അങ്ങനെയല്ല. 2026 എത്തുമ്പോൾ, അതായത് 2025 309 വേക്കൻസിക്ക് വേണ്ടി എക്സാം നടത്തിയ ആ ഒരു മേഖലയിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് ബഹുമാനപ്പെട്ട MP A റഹീം ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് സിവിൽ ഏവിയേഷൻ മന്ത്രി കൊടുത്തിരിക്കുന്ന ഒരു മറുപടിയുണ്ട്. അതായത് പാർലമെന്റിന്റെ റെക്കോർഡ് പ്രകാരം വന്നിരിക്കുന്ന മറുപടിയാണ്. ഏതാണ്ട് 1200-ലധികം വേക്കൻസികൾ നിലവിലുണ്ട്. അതായത് നമ്മളിവിടെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസിക്ക് തതുല്യമായ ഓരോ വേക്കൻസി ഓരോ സോണുകളിലുണ്ട്. സൗത്തിലും നോർത്തിലും നോർത്ത് ഈസ്റ്റിലും ഒക്കെ ആയിട്ട്, നോർത്ത് വെസ്റ്റിലും ഒക്കെ ആയിട്ട് ഒത്തിരി വേക്കൻസികൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൊത്തം ഏതാണ്ട് 1200-ൽ കൂടുതലാണ് വേക്കൻസികളുടെ എണ്ണം. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് നടക്കാനാണ് സാധ്യത. അതായത് ഇതിനോടകം തന്നെ നടന്ന പോസ്റ്റുകളെക്കാളും ഏറെ കൂടുതലാണ് ഇതിൻ്റെ ഒരു വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വേക്കൻസി ഉള്ളപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ റീസൺ കൊണ്ടാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ ഇത്രമാത്രം വൈകിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഏതാണ്ട് ഏപ്രിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ATCയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു സമയം നമുക്കൊരു 20 മുതൽ 28 ദിവസമൊക്കെ ആയിരിക്കും അവർ നൽകുന്നത്. ഒരു ആപ്ലിക്കേഷൻ വിൻഡോ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 to 40 ഡേയ്സിൽ എക്സാം ഉണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന എക്സാമിനേക്കാളുള്ള ദൂരം എന്ന് പറഞ്ഞാൽ മാക്സിമം പോയ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 2.5 മാസം ഒക്കെ ആയിരിക്കും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് എൻ്റെ ടോപ്പിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ വളരെ ഉയർന്നതായിരിക്കും. പ്രത്യേകിച്ച് മാത്സിന്റെയും ഫിസിക്സിന്റെയും ഡെഡിക്കേറ്റഡ് ഏരിയാസ് അത്യാവശ്യം നല്ല നിലവാരത്തിൽ തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ മത്സരക്ഷമത വളരെ കൂടുതലായിരിക്കും. കാരണം വളരെ ഈസി ആയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നന്നായിട്ട് കോമ്പറ്റീഷൻ ലെവൽ ഉയർത്തിക്കൊണ്ട് തന്നെ അതിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ആ ലെവലിലേക്ക് നമ്മൾ ഉയർന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ഒരു എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരട്ടെ, വന്ന ശേഷം പഠിക്കാം എന്നൊന്നും കരുതിയാൽ ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനെ അല്ല ഈ ATC എക്സാം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു CGL എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് പോലും കൂടുതൽ എഫർട്ട് ഇട്ട് മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് നിലവാരം കുറച്ച് ഉയർന്നതാണ്. അതായത് അതിന്റെ ഒരു ജനറൽ പേപ്പറിനൊപ്പം തന്നെ ഈ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഏരിയയിലേക്ക് വരുന്ന ആ ഒരു കണ്ടന്റും വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ ഒരു പോസ്റ്റിൽ സാലറി വളരെ കൂടുതലാണ്. സാധാരണഗതിയിലുള്ള മറ്റ് സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകൾക്ക് ലഭിക്കുന്നതിനേക്കാളും ഉയർന്ന സാലറിയാണ് ഈ ഒരു പോസ്റ്റിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം ഏതൊരു പോസ്റ്റിൽ അപേക്ഷിക്കുന്ന, അതായത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സെൻട്രൽ ഗവൺമെന്റ് ഏതൊരു പോസ്റ്റിൽ ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ സാലറി ഇവിടെ ലഭിക്കും. മാത്രവുമല്ല വളരെയധികം പ്രൊമോഷൻ സാധ്യതകളും ഇവിടെയുണ്ട്. പ്രൊമോഷനൊപ്പം ആനുപാതികമായിട്ടുള്ള ഇൻകവും ഉണ്ട്. ഇവിടെ എല്ലാം വേക്കൻസികൾ, അതായത് കഴിഞ്ഞ തവണ 309 പേരെ ഇവിടെ നിയമിക്കുമ്പോൾ ഇവരാരും ഈ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയതുകൊണ്ടല്ല ഇത്രയും വേക്കൻസികൾ വീണ്ടും ജനറേറ്റ് ചെയ്തത്. ഇവർക്കെല്ലാം പ്രൊമോഷൻ കിട്ടി നല്ല പോസ്റ്റുകളിലേക്ക് പോയത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കോമൺ പൂളിൽ വന്ന് മത്സരിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് രാജ്യത്തെ ബിടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഒപ്പം തന്നെ ഫിസിക്സ് പഠിച്ചിട്ടുള്ളവരുമായിരിക്കണം. അതായത് ഡിഗ്രി, അതായത് BSc ഡിഗ്രിയിൽ നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പേപ്പറിന് അപ്ലൈ ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പം വളരെ ഒരു വലിയ മാർജിനുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യാതെ വളരെ ചെറിയൊരു മാർജിനുമായിട്ട് മാത്രം കോമ്പറ്റീഷൻ ചെയ്ത് നിങ്ങൾക്ക് വിജയിച്ച് വരാം എന്നൊരു വലിയ പോസിറ്റീവ് സൈനും ഇവിടെ കിടപ്പുണ്ടെന്നുള്ളത് നമ്മളിവിടെ മറക്കാതിരിക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് എഫർട്ട് ഇട്ടാൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ATC എന്നുള്ളത്. മാത്രമല്ല സാധാരണഗതിയിൽ
ഇതിനോടകം വന്നതിനേക്കാൾ വളരെയധികം ഇപ്പോൾ അവസാനം റിപ്പോർട്ട് ചെയ്തതിന്റെ 3 ഇരട്ടിയിൽ കൂടുതൽ പോസ്റ്റുകളായിരിക്കും ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന എഫേർട്ടുകൾ ഡെഫിനറ്റ്ലി നമുക്ക് ലൈഫിൽ റിസൾട്ടായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ യോഗ്യതകൾ എന്ന് നമുക്കൊന്ന് പറയാം. അതിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് BE-BTech ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ BE-BTechകാർക്ക് മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. BE-BTechകാർ ഫിസിക്സ് പഠിക്കുന്നതുകൊണ്ടും മാത്തമാറ്റിക്സ് പഠിക്കുന്നതുകൊണ്ടുമാണ് ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ BE-BTech ഏതെങ്കിലും കോഴ്സിൽ എടുത്തിട്ടുള്ളവർക്ക് ഈ 2 കോഴ്സും പഠിക്കാത്ത BE-BTech ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ BSc ഡിഗ്രിയിൽ ഏത് കോഴ്സാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഫിസിക്സും മാത്തമാറ്റിക്സും അതിലുണ്ടാവണം എന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഈ 2 പേപ്പറും നിങ്ങൾ സെമ്മുകളിൽ ഏതെങ്കിലും സെമ്മുകളിൽ പഠിക്കുകയോ ആനുവലി ആണെങ്കിൽ ഏതെങ്കിലും ഇയറിൽ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഇതിന് മാർക്കിന്റെ ഒരു മാൻഡേറ്ററി കണ്ടീഷൻ ഉണ്ട്. ഇത് മിനിമം 60% മാർക്കുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ തന്നെ വലിയൊരു മാർജിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പല BTechകാർക്കും 60% മാർക്ക് ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ BSc പാസ്സാവുന്ന പലർക്കും 60% മാർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു വലിയ മാർജിൻ അവിടെ ഒഴിവാകും. പക്ഷെ അവിടെ ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട്. 60% മുകളിൽ മാർക്കുള്ളവർ അത്യാവശ്യം നിലവാരമുള്ള ഉദ്യോഗാർത്ഥികളുമായിരിക്കും. അപ്പോൾ അവരോട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് എന്ത് ചെയ്യണം, തയ്യാറെടുക്കേണ്ടി വരും. ഇനിയും പ്രായപരിധി നിലവിൽ 27 വയസ്സാണ്. ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. അതിൽ 27 വയസ്സ് എന്ന് പറഞ്ഞാൽ 27 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 27 വയസ്സിലേക്ക് എത്തുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. മാക്സിമം ഏജ് ലിമിറ്റ് ആണ് 27 പറയുന്നത്. ഇനി OBC വിഭാഗങ്ങൾക്ക് 3 വർഷം ഇളവ് ലഭിക്കും. SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷം ഇളവ് ലഭിക്കും. ഇത് ആനുപാതികമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രായപരിധിയുള്ള എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനിയും ഇതിന്റെ എക്സാമിനേഷന്റെ ഒരു പാറ്റേൺ കൂടി ഞാൻ പറഞ്ഞു തരാം. ഇതിൽ പ്രധാനമായിട്ടും 2 രീതിയിലാണ് എക്സാംസ് നടക്കുന്നത്. സെക്ഷൻ എയും സെക്ഷൻ ബിയുമാണ്. റിട്ടേൺ ടെസ്റ്റിന്റെ സ്ട്രക്ചർ പ്രകാരം ടോട്ടൽ മാർക്ക് 120 മാർക്കാണ് ഇവിടെ ക്യാരി ഓവർ ചെയ്യുന്നത്. സെക്ഷൻ എയിൽ നമ്മൾ SSC എക്സാമിനേഷൻ ഒക്കെ എഴുതുന്ന പോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. ഇത്രയും 4 ഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് പാർട്ട് എയിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അതായത് ഒരു ലെവൽ പ്ലേയിങ് ഒരു മേഖലയാണ്. ഇവിടെ അത്യാവശ്യം എക്സ്പീരിയൻസ് വേണം, നല്ല സ്കില്ല് വേണം. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ സ്പീഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് ആണ്. വളരെ സ്ട്രാറ്റജിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്ത് മാത്രം എടുക്കേണ്ടുന്ന ഒരു മേഖലയാണ് ഇവിടെ. അടുത്തെന്ന് പറഞ്ഞാൽ സെക്ഷൻ ബി 50% മാർക്ക് ക്യാരി ഓവർ എന്ന മേഖലയാണ്. അവിടെ ഫിസിക്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അടുത്തത് മാത്തമാറ്റിക്സ്. ഇത് 11 and 12th സിലബസ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം 11 and 12th സിലബസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട എക്സാമുകളൊക്കെ നടക്കുന്ന ഒരു ലെവലാണ് 11 and 12th. എല്ലാ വിവിധ തരത്തിലുള്ള എൻട്രൻസുകളുടെ ഒക്കെ നിലവാരം എന്ന് പറഞ്ഞാൽ 11 and 12th ആണ്. ഇത് കടന്നു പോയെങ്കിൽ മാത്രമേ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല ലക്ഷ്യങ്ങളിലേക്കും എത്താൻ പറ്റുകയുള്ളൂ എന്ന് ഓർക്കാം. അപ്പൊ അത്തരത്തിലുള്ള നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെ ഈ ഒരു 50% സെക്ഷനിൽ നമ്മൾ പ്രതീക്ഷിക്കണം. അവിടെയും സമയം ഒരു പ്രധാനപ്പെട്ട വില്ലനാണ്. ഡിസിഷൻസ് വളരെ കറക്റ്റായിട്ട് നമ്മൾ തീരുമാനം എടുക്കണം. ഒരു ഉത്തരം തെറ്റിയാൽ നമ്മുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. നെഗറ്റീവ് ഇല്ലെങ്കിൽ പോലും ഇവിടെ ഓരോ ഉത്തരത്തിനും വളരെ വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഇനിയും അതിനുശേഷം നിങ്ങൾക്ക് ഘട്ടങ്ങളുണ്ട്. അതിൽ ഡോക്യുമെന്റ് ആൻഡ് എലിജിബിലിറ്റി വെരിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷം വോയിസ് അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് സ്ക്രീനിങ് ഉണ്ട്. അങ്ങനെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല സെക്ഷനുകൾക്കും ശേഷം, അതായത് സ്ക്രീനിങ് സെക്ഷനുകൾക്ക് ശേഷമാണ് നിങ്ങൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് ഇതിന്റെ എക്സാം എന്ന് പറയുന്നത്. എക്സാം കടക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാം ക്ലിയർ ചെയ്യുന്നവരുടെ എണ്ണം ടോട്ടൽ വേണ്ട റിക്വയർമെന്റിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെയായിരിക്കും അവർ എടുക്കുന്നത് എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടം നമുക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും എങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്നും എന്താണ് ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ എന്നും ഇനി വരുന്ന വർഷം എന്താണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ കൊടുക്കുന്ന എഫർട്ടുകൾ നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങൾ സിസ്റ്റമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഇനിയുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ തന്നെ സമയം ഏറെക്കുറെ നമ്മുടെ മുമ്പിൽ നിന്ന് പോയിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒരു 60 ദിവസം അല്ലെങ്കിൽ 70 ദിവസമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ലഭിക്കുന്നത്. മാക്സിമം ഒരു 90 ദിവസത്തിൽ കൂടുതലൊന്നും കിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ദിവസം സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുത്താൽ മാത്രമേ ഈ ഒരു എക്സാമിനേഷന് നല്ല റാങ്ക് നേടാൻ കഴിയുള്ളൂ. മാത്രമല്ല റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും നിയമനം കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ ATCയിലെ കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ പഠനം ഗൈഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും. അതിനെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു പേഴ്സണലൈസ്ഡ് അസിസ്റ്റന്റ് സർവീസ് ഉണ്ടാവും. ഒപ്പം തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ നിരന്തരമായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കും. അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. മാത്രമല്ല വിദഗ്ധരായ അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്
ക്ലാസ്സുകൾ ലഭ്യമാണ്. കഴിഞ്ഞുപോയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൃത്യമായിട്ട് ഒരു എഫർട്ട് ഒരു ദിവസം കൊടുക്കാമെങ്കിൽ, ഒരു ദിവസം കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു ടൈം ടേബിൾ അനുസരിച്ച് പോകാമെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും ഈ കോഴ്സിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ATC എന്നുള്ളത്. അപ്പോൾ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.